ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് ഓൺലൈനിൽ കൺസൾട്ടേഷൻ വന്ന ഒരു മദറിൻ്റെ പ്രധാന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു വല്ലാണ്ട് എക്കിളെടുക്കുന്നു എന്നുള്ളതാണ്. എക്കിൾ അല്ലെങ്കിൽ ഹിക്കപ്സ് എന്നുള്ള സാധനം കുഞ്ഞുങ്ങൾക്ക് ജനറലി കൂടുതൽ തന്നെയാണ്. ഇതൊരു രോഗാവസ്ഥയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജനറലി വളരെ അപൂർവമായിട്ടേ അതിനെ നമ്മളൊരു രോഗാവസ്ഥയായിട്ട് കണക്കാക്കാറുള്ളൂ. ചിലർക്ക് അത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിൽക്കാതെ നിൽക്കുന്ന അവസ്ഥ. പക്ഷെ കുഞ്ഞുങ്ങളിൽ അത് സാധാരണഗതിയിൽ വലിയൊരു കുഴപ്പമില്ലാത്ത സംഭവമാണ്. അപ്പം എന്താണ് എക്കിളിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജനറലി ഇപ്പോൾ പെട്ടെന്ന് സ്പീഡിൽ എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വെള്ളമൊക്കെ നമ്മൾ പെട്ടെന്ന് എടുത്ത് കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് പെട്ടെന്ന് നമുക്ക് എക്കിൾ വരും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അന്നനാളം അല്ലേ, അന്നനാളത്തിൻ്റെ മസിലിൻ്റെ ഒരു പ്രശ്നമാണ്. അതിങ്ങനെ തീരെ ഒരു കോർഡിനേഷൻ ഇല്ലാതെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള അതിൻ്റെ നാഡികൾ, ഒരു ചില നെർവ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ആ നെർവ്സാണ് നമ്മുടെ നെഞ്ചിൻ്റെയും വയറിൻ്റെയും ഇടയിൽ ഒരു ഡയഫ്രം എന്നുള്ളൊരു പാടയുണ്ട്, മസിലാണ്. അപ്പോൾ അതിന് ഈ ഞരമ്പുകൾ പോകുന്നുണ്ട്, ഈ മസിലിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെർവ് അല്ലെങ്കിൽ ഈ നാഡി കുറച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ, സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ ഈ മസിലും അതിനനുസരിച്ച് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കിള് പോലെയുള്ള ശബ്ദത്തിൽ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും പ്രോസസ്സൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അന്നനാളത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒന്നൊന്ന് റെഗുലർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എക്കിള് നിർത്താൻ പറ്റും. കുഞ്ഞും അതേപോലെ തന്നെ പെട്ടെന്ന് പാല് കുടിച്ച് തുടങ്ങുമ്പോഴാണ് ഈ എക്കിൾ അങ്ങോട്ട് വന്നു തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീഡ് നിർത്തിയിട്ട് പതുക്കൊന്ന് തട്ടിക്കൊടുക്കാം. സെക്കൻഡ്, ഫീഡ് കണ്ടിന്യൂ ചെയ്യാം. ഫീഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കില്ലേ, വെള്ളമൊക്കെ കുടിക്കുമ്പോൾ എന്താ സമയം, അന്നനാളത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ശരിക്കും റെഗുലർ ആകുമ്പോൾ എക്കിള് നിൽക്കും. മൂന്നാമത്തത്, നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ ശ്വാസം പിടിച്ചു വെക്കുക എന്നൊക്കെ ചെയ്യാം അല്ലേ, അങ്ങനെയും അത് അപ്പോഴും ഈ രീതിയിലുള്ള ഒരു പ്രോസസ്സും നടക്കും. കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ആ എക്കിൾ എടുക്കുമ്പോൾ വല്ലാണ്ട് എക്കിൾ എടുക്കുന്ന സമയത്ത് കൂടുതൽ വേണമെങ്കിൽ ആ സമയത്തുള്ള ഫീഡൊന്ന് നിർത്തി കുറച്ചൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് പിന്നെ ആ ഗ്യാസൊക്കെ കളഞ്ഞ ശേഷം ഒന്നുകൂടി ഫീഡ് ചെയ്യാം. അത് കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കോളൂ കേട്ടോ. പിന്നെ കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് വെക്കുന്നതും നല്ലതാണ്. പറ്റേ പരത്തി കിടത്താതെ നെഞ്ചും തലയും കുറച്ചൊന്ന് പൊന്തിച്ച് വെച്ചാലും ഇത് കുറഞ്ഞോളും. അല്ലാതെ ഈ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പതുക്കെ ഗ്യാസ് തട്ടി കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ബർപ്പിംഗ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടി കണ്ടു നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ഗ്യാസ് എങ്ങനെ തട്ടിക്കൊടുക്കുക എന്നുള്ളതുകൂടി കണ്ടോളൂ. മനസ്സിലാക്കിയിട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും ചോദിക്കും. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.